ഈ SDPI ജമാഅത്തെ ഇസ്ലാമി ആരോപണം ഏത് സംഘടനയുടെ പേരിലും ആരോപിച്ച് ആ സംഘടന അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ നശിപ്പിക്കാനുള്ള ഒരു ദുരുപദിഷ്ടമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ മെക്സബൻ്റെ കാര്യത്തിൽ ഞാനും ചെറിയൊരു ഘട്ടത്തിലാണെങ്കിലും ഞാനതിൻ്റെ ഭാഗമായിരുന്നു. അവിടെ ഒന്നുമില്ല, അവിടെ രാവിലെ പോകുന്നു, ആ ഒരു 10-20 മാക്സിമം ഒരു 25 മിനിറ്റ് അത്രേ എടുക്കൂ. നേരെ പോയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. അതിന് ട്രെയിനർ ഉണ്ടാകും. ട്രെയിനർ എന്ന് പറയുന്നത് പരിശീലനം ലഭിച്ച കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെയാണ് ട്രെയിനർ ആവുക. എന്നിട്ട് ആളുകൾ വ്യായാമം ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. ആളുകൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു വ്യായാമ മുറ എന്നതിൽ കവിഞ്ഞ് അപ്പുറത്തൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടോട്ടിക്കാരനാണ് സലാഹുദ്ദീനാണ് സത്യത്തിൽ ഇത് രൂപപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2012 തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ആ സമയത്ത് ഇതിനെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ പരിചയപ്പെട്ടത് ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ടാണ്. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ലോകത്താകെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ജിദ്ദയിൽ പോകുമ്പോൾ ജിദ്ദയിലുണ്ട് ഇങ്ങനത്തെ വലിയൊരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഒരു പ്രായമുള്ള ആളുകൾ, 50 വയസ്സ് പിന്നിട്ട ആളുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ കൂട്ടായ്മയിൽ അണിചേർന്നിരിക്കുന്നത്. അവരുടെ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് എന്നെല്ലാവരും അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി, അവരുടെ വ്യായാമത്തിന് ശേഷം അവർ ബോധ്യമായൊരു സംഗതിയാണ്. അവരുടെ ഈ BP കുറയ്ക്കുന്ന കാര്യത്തിലാവട്ടെ, ഷുഗർ കുറയ്ക്കുന്ന കാര്യത്തിലാവട്ടെ, മറ്റ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ ഇത് ഉപകരിക്കും എന്ന് അവർ തന്നെ സ്വയം ബോധ്യമാകുമ്പോൾ അവർ കൂടുതൽ ആവേശഭരിതരായി ഇതിലേക്ക് പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവിടെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ആശയപരമായ ഒരു പ്രചരണം ഒന്നും അവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ആരോപിക്കുന്നത്? ഏതിനും പെട്ടെന്ന് ആരോപിക്കാൻ എളുപ്പമുള്ളൊരു സംഗതിയാണ് ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധം എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊരു തമാശയായിട്ടാണ് ഇത് തോന്നുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ശരി, മതസംഘടനാ നേതാക്കന്മാരാണെങ്കിലും ശരി, ഏതൊരു വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുമ്പോൾ ആഴത്തിൽ ആ സംഘടനയെക്കുറിച്ച്, അതിൻ്റെ ശൈലിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പഠിച്ച് മാത്രമല്ലേ പ്രതികരിക്കേണ്ടുള്ളൂ. പക്ഷേ ഈ ചില ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന 100% ഈ സംഘടനയെക്കുറിച്ച് ഈ സംഘടന എന്ന് പറഞ്ഞുകൂടാ, ഈ കൂട്ടായ്മയെക്കുറിച്ച് പഠിക്കാതെയാണ് അവർ സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്നൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, ആർക്കും എന്തും ഏത് സമയത്തും ഏത് രീതിയിലും വിളിച്ചു പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാക്കന്മാരാണെങ്കിലും ശരി, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അവരുടെ വാക്കിനും അവരുടെ എല്ലാ രീതികൾക്കും വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്നവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുമ്പോഴാണ്, ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നാണ് അവരിതൊക്കെ പറയേണ്ടത്. അത് പറയാതെ, അത് പഠിക്കാതെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിരോധം തീർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാറ്റിൻ്റെയും. ഇപ്പോൾ ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ അതുപോലെയുള്ള ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് RSS, അതുപോലെ തന്നെ ഫാഷിസ്റ്റ് സംഘടനകളും ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് സയോണിസ്റ്റ് സംഘടനകളുമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്.